ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബോൾ പൈത്തൺസിനെ പറ്റിയാണ്. പാമ്പുകൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയം തോന്നും. പക്ഷേ എല്ലാ പാമ്പുകളും അപകടകാരികളാണോ? അല്ല. അപകടകരമല്ലാത്തതും ആളുകൾക്ക് വളർത്താവുന്നതും അതേസമയം പ്രകൃതിയിലെ അത്യന്തം മനോഹരവുമായ ഒരു ജീവിയാണ് ബോൾ പൈത്തനുകൾ. ബോൾ പൈത്തനുകൾ പൈത്തൻ റീജിയസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു. ഇവ റോയൽ പൈത്തൻ എന്ന പേരിലും അറിയപ്പെടുന്നു. സാധാരണയായി 3 മുതൽ 5 അടി വരെ നീളമുള്ളവയാണിവ. പിടിക്കാൻ എളുപ്പവും മാനേജബിളായ വലിപ്പവുമാണിവയ്ക്ക്. ശാന്തമായ സ്വഭാവമാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. മോർഫ്സ് അഥവാ ജനറ്റിക് വേരിയേഷൻസ് മൂലം ഈ പാമ്പുകൾക്ക് വ്യത്യസ്ത നിറങ്ങളും പാറ്റേണുകളും ലഭിക്കുന്നു. പൂർണ്ണമായ കറുപ്പ് നിറമുള്ള മോർഫ് മുതൽ ആൽബിനോ മോർഫ് വരെ നമുക്ക് കാണാൻ കഴിയും. ബോൾ പൈത്തണിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് അതിൻ്റെ വിവിധ തരത്തിലുള്ള മ്യൂട്ടേഷനുകൾ അല്ലെങ്കിൽ മോർഫ്സ് ആണ്. ഓരോ മോർഫിനും ശരീരത്തിലെ നിറവും പാറ്റേണുകളും വ്യത്യസ്തമാകുന്നു. ആൽബിനോ, പൈബാൾഡ്, പേസ്റ്റൽ, സ്പൈഡർ, ബനാന, ക്ലൗൺ, ബ്ലൂ ഐഡ് ല്യൂസിസ്റ്റിക്, മുജാവെ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട മോർഫുകൾ. ഈ മോർഫുകൾ ഓരോന്നും സെലക്റ്റീവ് ബ്രീഡിംഗ് വഴി ഉണ്ടാക്കുന്നതാണ്. ഓരോ മോർഫിനും അതിൻ്റേതായ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ബോൾ പൈത്തനുകൾ പ്രധാനമായും പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗാന, ടോഗോ, ബെനിൻ എന്നീ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇവ സാധാരണയായി വരണ്ട പുല്ലു നിറഞ്ഞ പ്രദേശങ്ങളിലും കാടുകളിലും പുല്ലു പൊതിഞ്ഞ തുറസായ സ്ഥലങ്ങളിലുമാണ് താമസിക്കുന്നത്. ഇവ പകൽ സമയങ്ങളിൽ ഒളിഞ്ഞിരിക്കാറാണ് പതിവ്. രാത്രിയിലാണ് കൂടുതൽ സജീവം. ബോൾ പൈത്തനുകൾ കൺസ്ട്രിക്ടർ പാമ്പുകളാണ്. അതായത് ഇവ വിഷം ഉപയോഗിക്കാതെ ഇരയെ പല്ലുകൊണ്ട് പിടിച്ച് ശരീരത്തിലൂടെ കെട്ടിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം വിഴുങ്ങും. പ്രധാനമായും ഇവ കഴിക്കുന്നത് എലികളെയും എലിയുടെ വർഗത്തിൽപ്പെട്ട മറ്റു ജീവികളെയുമാണ്. അഡൽട്ടായ പൈത്തനുകൾ സാധാരണയായി ആഴ്ചയിൽ ഒരു എലിയെ കഴിക്കും. ഇവ വളരെ ശാന്ത സ്വഭാവമുള്ളവയാണ്. അതിനാൽ തന്നെ പെറ്റ് സ്നേക്കായി വളർത്തുന്നതിൽ വളരെ പ്രശസ്തരാണ്. ഇവയ്ക്ക് വിഷമില്ല, അപകടകാരികളുമല്ല. ഇവയ്ക്ക് ഭീഷണി അനുഭവപ്പെടുമ്പോൾ പന്തുപോലെ ചുരുണ്ടിരിക്കും. അതുകൊണ്ടാണ് ബോൾ പൈത്തൺ എന്ന പേര് വന്നത്.
വളരെ വിരളമായാണ് ഇവ കടിക്കുക, അതും ഭയപ്പെട്ട് അല്ലെങ്കിൽ അതിനെ ആക്രമിച്ചാൽ മാത്രം. സാധാരണ പാമ്പുകളെ പോലെ തന്നെ ബോൾ പൈത്തനുകളും മുട്ടയിടുകയാണ് ചെയ്യുന്നത്. മീറ്റിംഗ് നടന്നതിനു ശേഷം പെൺപാമ്പ് ഏകദേശം 3 മുതൽ 11 മുട്ടകൾ വരെ ഇടും. ഇവ മുട്ടകൾക്ക് ചുറ്റിക്കൂടി പൊതിഞ്ഞ് സംരക്ഷിക്കും. മുട്ടകൾക്ക് ചൂട് കിട്ടാൻ വേണ്ടിയാണിത്. 55 ദിവസങ്ങൾ മുതൽ 60 ദിവസത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ പുറത്തു വരും. പെറ്റായി വളർത്താൻ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പാമ്പുകളാണ് ബോൾ പൈത്തനുകൾ. അതിനായി ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവയ്ക്കുള്ള എൻക്ലോഷർ അല്ലെങ്കിൽ കൂട് ശരിയായ വലുപ്പമാവണം. ടെറാറിയം പോലുള്ള ഗ്ലാസുകൾ പാമ്പുകൾക്ക് അനുയോജ്യമാണ്. 75 ഡിഗ്രി ഫാരൻഹൈറ്റ് മുതൽ 90 ഡിഗ്രി ഫാരൻഹൈറ്റ് വരെയാണ് ഇവയ്ക്കുള്ള ശരിയായ താപനില. 50% മുതൽ 60% വരെയാണ് ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കേണ്ടത്. വെള്ളം പതിവായി മാറ്റണം. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണ ഭക്ഷണം നൽകാം. വളരെ കുറച്ച് മെയിൻ്റനൻസ് മാത്രമുള്ള ഒരു പെറ്റാണ് ബോൾ പൈത്തനുകൾ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ബോൾ പൈത്തനുകൾ. ഇനിയും ഇതുപോലുള്ള എക്സോട്ടിക് ആനിമൽസിനെ കുറിച്ച് അറിയുവാനായി ഞങ്ങളുടെ ക്രിയേച്ചർ എൻക്ലേവ് എന്ന ചാനൽ ഫോളോ ചെയ്യൂ.